ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ പിച്ച് സൈഡ് വിത്ത് മീ. ഇതൊരു സ്പോർട്ടിംഗ് ചാനലാണ്. എന്ന് വിചാരിച്ച് ഞാനൊരു സ്പോർട്ടിംഗ് പേഴ്സൺ അല്ല. ഈ ചാനലിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്പോർട്സിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഞാൻ മനസ്സിലാക്കിയത് ബാക്കി എല്ലാവരെയും പോലെ തന്നെ ടി വിയിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും യൂട്യൂബ് തുടങ്ങിയവയിലൂടെയാണ്. ഇപ്പം ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാനുള്ള കാരണം തീർച്ചയായും ഇപ്പം വരാനിരിക്കുന്ന 2026 വേൾഡ് കപ്പ് ഫുട്ബോളാണ്. ഇതിലൂടെ ഈ ഫുട്ബോളിനെ കുറിച്ച് ലോകകപ്പ് ഫുട്ബോളിനെ കുറിച്ചുള്ള എൻ്റെ സ്വന്തം അഭിപ്രായങ്ങളും പ്രവചനങ്ങളും വിശകലനങ്ങളുമാണ്. സോ വെൽക്കം ടു മൈ ചാനൽ പിച്ച് സൈഡ് വിത്ത് മീ. 48 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ആദ്യത്തെ വേൾഡ് കപ്പാണിത്. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവർ ചേർന്ന് ഹോസ്റ്റ് ചെയ്യുന്ന വേൾഡ് കപ്പും കൂടിയാണിത്. 48 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഈ വേൾഡ് കപ്പിൽ ആരായിരിക്കും വിന്നർ? അതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഞാനാണെങ്കിൽ 8 രാജ്യങ്ങളെ, അതായത് വേൾഡ് കപ്പ് നേടാൻ സാധ്യതയുള്ള 8 രാജ്യങ്ങളെക്കുറിച്ച് 8 രാജ്യങ്ങളുടെ ഒരു പേര് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ ആ ഒരു 8 രാജ്യങ്ങളെ എന്ന് പറയുന്നത്? ഈ ക്വാളിഫയിങ് മത്സരത്തിൽ അവരുടെ പെർഫോമൻസ്, അതോടൊപ്പം തന്നെ എന്താണ് അവരുടെ സ്ക്വാഡിൻ്റെ ആഴം, അവരുടെ കളി രീതി, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ 8 രാജ്യങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വേൾഡ് കപ്പ് ഫുട്ബോൾ 2026 നേടാൻ സാധ്യതയുള്ള ഞാൻ തിരഞ്ഞെടുത്ത 8 ടീമുകളിൽ എൻ്റെ ഫസ്റ്റ് ഫേവറേറ്റായിട്ട് വരുന്നത് സ്പെയിനാണ്. സ്പെയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ലോക ഫുട്ബോളിൽ തന്നെ ഏറ്റവും ഭയപ്പെടുത്തുന്നൊരു ടീമാണ് സ്പെയിൻ. യൂറോ കപ്പ് നേടിയതിന് ശേഷം അവരുടെ കോൺഫിഡൻസ് ഒന്നുകൂടി ഉയർന്നിട്ടുണ്ട്. നമ്മൾ ക്വാളിഫയറിൽ നോക്കുകയാണെങ്കിൽ 6 ഗെയിമുകളിലായിട്ട് 22 ഗോള് നേടിയിട്ട് അൺഡിഫീറ്റഡ് ആയിട്ട് നിന്ന ടീമാണ് സ്പെയിന്. പിന്നെയാണെങ്കിൽ അവർ 2 ഗോളിന് മാത്രമേ വഴങ്ങിയിട്ടുള്ളൂ. പിന്നെ അവരെടുത്തു പറയേണ്ടത് അവരുടെ യങ് ടീമിനെയാണ്. അതായത് ലാമിൻ യമാൽ, പെഡ്രി, ഗവി, നിക്കോ വില്യംസ് തുടങ്ങിയവരടങ്ങുന്ന ആ ഒരു യങ് ടീം എന്ന് പറയുന്നതിന് ടെക്നിക്കലി ഭയങ്കര സൗണ്ടായിട്ടുള്ള ടീമാണ്. അപ്പം കളീനെ എങ്ങനെ വേണമെങ്കിലും നിയന്ത്രിച്ചിട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നൊരു ടീമാണ്. ഇപ്പം ഒരു 1-2 ഗോളിന് പിറകിലായാൽ പോലും കളി നിയന്ത്രിച്ച് തിരിച്ചു വരാൻ കപ്പാസിറ്റി ഉള്ളൊരു ടീമാണ് സ്പെയിൻ. അതൊക്കെ കൊണ്ടാണ് ഞാൻ എൻ്റെ ഫേവറേറ്റായിട്ട് ഫസ്റ്റ് ഞാൻ സ്പെയിനിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. സെക്കൻഡ് ടീം അർജൻറ്റീന, വേൾഡ് ചാമ്പ്യൻസ്. അർജൻറ്റീനയെ പറ്റിയിട്ട് നമ്മൾ കേരളക്കാരുടെ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അർജൻറ്റീനയ്ക്ക് പോസിബിലിറ്റി വരാനുള്ള മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട്. അതിലെനിക്ക് പ്രധാനമായിട്ട് തോന്നുന്നത് മെസ്സിയുടെ ലാസ്റ്റ് വേൾഡ് കപ്പ് ആയേക്കാം. അതുകൊണ്ട് തന്നെ ടീം മെമ്പേഴ്സ് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ പോസിബിലിറ്റി വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ അവരുടെ കളി നോക്കുകയാണെങ്കിൽ 2024 കോപ്പ അമേരിക്ക മുതൽ നല്ല പെർഫോമൻസാണ് അർജൻറ്റീന കാഴ്ചവെച്ചിരിക്കുന്നത്. അത് ക്വാളിഫയറിലാണെങ്കിൽ പോലും ടോപ്പ് നോച്ച് പെർഫോമൻസ് ആയിരുന്നു അവരുടേത്. പിന്നെ പ്ലസ് മെസ്സി, ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ അർജൻറ്റീനൻ ടീമിന് വേൾഡ് കപ്പ് നേടാനുള്ള പോസിബിലിറ്റിയിൽ രണ്ടാമതായിട്ട് കൺസിഡർ ചെയ്യുന്നത്. മൂന്നാമതായിട്ട് പൊട്ടൻഷ്യൽ ലിസ്റ്റിൽ വരുന്ന എൻ്റെ രാജ്യം എന്ന് പറയുന്നത് ഫ്രാൻസാണ്. ഫ്രാൻസിനെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് കിലിയൻ എംബാപ്പയുടെ പ്രൈം വർഷങ്ങൾ. അതുതന്നെയാണ് ഫ്രാൻസിൻ്റെ ആയുധം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മൈക്കിൾ ഒലീസും വില്യം സലീബയും അടങ്ങുന്ന ടീം മറ്റേതൊരു രാജ്യത്തിനെയും മറ്റേതൊരു ടീമിനെയും പിടിച്ചു കെട്ടാൻ കപ്പാസിറ്റി ഉള്ളതാണ്. അത് വേറൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നത് ക്വാളിഫയിങ് റൗണ്ടിൽ അൺഡിഫീറ്റഡ് ആയിട്ട് കയറി വന്നൊരു ടീമാണ്, വേൾഡ് കപ്പിലേക്ക് കയറി വന്ന ടീമാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. അഡീഷണൽ ആയിട്ടൊരു അഡ്വാൻറ്റേജും കൂടി എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് വേൾഡ് കപ്പിൽ ഫൈനലിസ്റ്റ് ആയിരുന്നു ഫ്രാൻസ്. അതുകൊണ്ട് തന്നെ എൻ്റെ 3ാം സ്ഥാനത്തിരിക്കുന്ന രാജ്യമാണ് ഫ്രാൻസ്. 4ാമത്തെ പൊസിഷനിൽ വരുന്ന രാജ്യമാണ് ബ്രസീൽ എന്ന് പറയുന്നത്. ബ്രസീലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വേൾഡ് കപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ബ്രസീലാണ്. റോഡിഗ്രോ, എൻട്രിക്, അതോടൊപ്പം തന്നെ വിനി ജൂനിയർ എന്നിവരടങ്ങുന്ന അവരുടെ ആക്രമണം അതിവേഗമാണ്, അത് വളരെ സാങ്കേതികമാണ്. പിന്നെ നെയ്മറിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയേണ്ടതില്ലല്ലോ. പിന്നെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഒരു പ്രധാനപ്പെട്ട അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൻസിലുള്ള പോരായ്മകളുണ്ട്. അതോടൊപ്പം തന്നെ നിർണായകമായ മത്സരങ്ങളിലുണ്ടായിട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങൾ, ഇതൊക്കെ അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും വേൾഡ് കപ്പ് നേടാൻ സാധ്യതയുള്ളൊരു ടീമാണ് ബ്രസീൽ എന്ന് പറയുന്നത്. 5ാമത്തെ പൊസിഷനിൽ വരുന്നത് പോർച്ചുഗലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ. ചിലപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അവസാനത്തെ വേൾഡ് കപ്പ് ആയേക്കാം എന്ന് വിചാരിച്ച് പോർച്ചുഗൽ ഒരു പ്ലെയറിനെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ടീമല്ല, നിരവധി നല്ല പ്ലെയേഴ്സ് ആ ടീമിലുണ്ട്. അത് തന്നെ പറയുകയാണെങ്കിൽ ബ്രൂണോ ഫെർണാണ്ടസ്,
ജോവോ നെവസ്, ബെർണാഡോ സിൽവ, റാഫേൽ ലിയോ എന്നിവരടങ്ങുന്ന ടീം കേപ്പബിൾ ഓഫ് ക്രിയേറ്റിംഗ് വണ്ടേഴ്സ് എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതോടൊപ്പം തന്നെ ഈ ക്വാളിഫയറിൽ ഗോളുകളുടെ മഴ പെയ്ച്ച്, അതായത് ഗോളുകളുടെ മഴ പെയ്ച്ച ടീമാണ് പോർച്ചുഗൽ എന്ന് പറയുന്നത്. വേൾഡ് കപ്പ് നേടാൻ സാധ്യതയുള്ളതിൽ 6ാമത്തെ ടീമാണ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. നല്ലൊരു ടീമും കൂടിയാണ് ഇംഗ്ലണ്ട്. അതിൽ ഹാരി കെയ്ൻ, ബെല്ലിംഗ്ഹാം, സാക്ക, ഫോഡൻ. അതിൽ ഹാരി കെയ്ൻ തന്നെ ക്വാളിഫയറിൽ 8 ഗോളുകൾ നേടിയിട്ടുണ്ട്. ലോകകപ്പ് വരുന്ന സമയത്ത് പ്രതീക്ഷകളുടെ സമ്മർദ്ദം കാരണമായിരിക്കാം ഇംഗ്ലണ്ട് പലപ്പോഴും പിന്നോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, പ്രതീക്ഷയുണ്ടെങ്കിൽ പോലും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ കിടക്കുന്ന ഒരു രാജ്യമാണ് ഇംഗ്ലണ്ട്. 7th പൊസിഷനിലുള്ള ടീമാണ് ജർമ്മനി. ജർമ്മനി നമുക്കങ്ങനെ എഴുതി തള്ളാനൊന്നും പറ്റില്ല. ജർമ്മനീനെ ഞാൻ കാണുന്നത് ഒരു ഡേഞ്ചറസ് ഔട്ട്സൈഡറായിട്ടാണ്. അതോടൊപ്പം തന്നെ ജർമ്മനി ഒരു റീബിൽഡിംഗ് ഫേസിലാണ് ഇപ്പോൾ ഉള്ളത്. കിമ്മിച്ചിൻ്റെ കൂടെ ഫ്ലോറൻ വേർഡ്സും ജമാൽ മുസിയാല, കൈ ഹാവേർട്സ് എന്നിവരടങ്ങുന്ന ടീം ബാക്കി എല്ലാ ടീമുകൾക്കും ഒരു ത്രെട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. 8ാമത്തെ ടീം ഹോളണ്ട്. ഹോളണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2026 വേൾഡ് കപ്പിൽ നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ടീമാണ് നെതർലാൻഡ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് കപ്പിൽ 3 തവണ ഫൈനലിലെത്തിയ ടീമാണ് നമ്മുടെ നെതർലാൻഡ്. പക്ഷെ ഒരു തവണ പോലും വേൾഡ് കപ്പ് കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം അവരൊരു ബാലൻസ്ഡ് ടീമായിട്ടാണ് വരുന്നത്. ക്യാപ്റ്റൻ വെർജിൻ വാൻ ഡിജിക്കിൻ്റെ പ്രതിരോധ നിരയും മധ്യനിരയും അതോടൊപ്പം തന്നെ ആക്രമണ നിരയും വളരെ സ്ട്രോങ് ആണ് ഇപ്രാവശ്യം. അതോടൊപ്പം തന്നെ ക്വാളിഫയറിൽ ഇമ്പോർട്ടൻ്റ് ഗെയിംസിലേക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചൊരു ടീമും കൂടിയാണ് നെതർലാൻഡ്. അതുകൊണ്ട് 2026 വേൾഡ് കപ്പ് നേടാനുള്ള പോസിബിലിറ്റി നെതർലാൻഡിന് കൂടുതലാണ്. ഇനി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആർക്കായിരിക്കും, ഏത് ടീമിനായിരിക്കും ഈ പ്രാവശ്യത്തെ 2026 വേൾഡ് കപ്പ് നേടുക എന്നുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.